ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ്. അതിനു മുമ്പായിട്ട് തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. സാമ്പ്രാണിക്കൊടിയെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് ഇതാണ്. പുരാതന കാലത്ത് ചൈനയിൽ നിന്ന് ചെറിയ കപ്പലുകൾ ഇവിടെ വന്ന് നങ്കൂരമിട്ടതായി വിശ്വസിക്കുന്നുണ്ട്. പ്രദേശവാസികൾ ഇതിനെ ചാമ്പ്രാണി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പതിയെ കൊണ്ട് അത് സാമ്പ്രാണിക്കൊടി എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. അഷ്ടമുടി കായലിന് നടുവിലൂടെ ഇറങ്ങി നടക്കാനും കായലിന് നടുവിൽ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ യാത്രാ കാര്യങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് തന്നെ ടെർമിനൽ 1 DTPCയുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവിടെ മൊത്തം 3 ടെർമിനലാണുള്ളത്. 1 സാമ്പ്രാണിക്കൊടി, 2 മണലിൽ, 3 കുരീപ്പുഴ. അതിൽ മണലിൽ നിന്ന് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം നമുക്ക് ബോട്ട് യാത്ര തന്നെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2 പോയി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 150 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ കയറുവാണെങ്കിൽ മിനിമം 4 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബോട്ട് കാര്യങ്ങൾ എടുക്കുക. ഭാഗ്യവശാൽ ഒരു ഫാമിലി പോകുന്ന ബോട്ടിൽ 2 സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും സീറ്റ് കിട്ടി. അങ്ങനെ നമ്മുടെ യാത്ര കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ദൂരത്ത് തന്നെ നമുക്ക് കണ്ടൽക്കാടുകളും എല്ലാം കാണാമായിരുന്നു. തന്നെയുമല്ല ഗവൺമെൻറ്റിൻ്റെ ബോട്ടായാലും അല്ലെങ്കിൽ ഹൗസ് ബോട്ടായാലും എല്ലാം നമുക്ക് ദൂരത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു വീക്കെൻഡാണ് എത്തിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളാണ്. കണ്ടൽക്കാടുകളും ചെറുവീരുകളും പിന്നെ ചെറു തോണികളും കടകളും അങ്ങനെ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തന്നെയല്ല കൂടുതലും ഫാമിലീസാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ചെന്ന പാടെ ഞങ്ങളൊരു ഗോലി സോഡയൊക്കെ കുടിച്ചുകൊണ്ട് മുട്ടോളമുള്ള വെള്ളത്തിൽ കൂടെ ഞങ്ങൾ കുറേ ദൂരം നടക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. അവിടെയാണെങ്കിൽ അല്ലാതെയുള്ള ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടൽക്കാടിനുള്ളിൽ കൂടെ ഏറെക്കുറെ ഒരു 5 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ഒരു അരമണിക്കൂർ കൊണ്ട് തിരിച്ചെത്തുന്ന രീതിയിലുള്ള ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് അവിടെ ചാർജ് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുഞ്ഞു കുട്ടികൾക്കും ഫാമിലിക്കാണ്. അവർക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായാലും കുഞ്ഞു കുട്ടികളെ ധൈര്യപൂർവ്വം വെള്ളത്തിലേക്ക് കളിക്കാനായാലും എല്ലാത്തിനും നമുക്ക് വിടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഏറെക്കുറെ ഒരു 45 മിനിറ്റോളമാണ് നമുക്ക് ടൈം കാര്യങ്ങൾ തന്നേക്കുന്നത്. നമ്മൾ വന്ന ബോട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ട് കാര്യങ്ങളൊക്കെ എത്തിയട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് കയറി തിരിച്ച് നമ്മുടെ ടെർമിനൽ 2 തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് കാര്യങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.